ഉത്തർപ്രദേശിന് പിന്നാലെ ബി.ജെ.പി. ഭരിക്കുന്ന 6 സംസ്ഥാനങ്ങളിൽ കൂടി അറവുശാലകളും ഇറച്ചിക്കടകളും അടച്ചുപൂട്ടി തുടങ്ങി. അറവുശാലകളുടെയും ഇറച്ചിക്കടകളുടെയും ലൈസൻസ് പുതുക്കി നൽകുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. എന്നാൽ അനധികൃത അറവുശാലകൾക്കെതിരെ മാത്രമേ നടപടിയുള്ളൂവെന്നാണ് സംസ്ഥാന സർക്കാരുകളുടെ വാദം. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞതനുസരിച്ചാണ് അനധികൃത അറവുശാലകൾക്കും യന്ത്രവൽകൃത അറവുശാലകൾക്കുമെതിരെ ഉത്തർപ്രദേശ് സർക്കാർ നടപടി സ്വീകരിച്ചത്. ഇതേ പാത പിന്തുടർന്നാണ് മറ്റ് ബി.ജെ.പി. ഭരണ സംസ്ഥാനങ്ങളും അറവുശാലകളും ഇറച്ചിക്കടകളും പൂട്ടാൻ തുടങ്ങിയത്. ജാർഖണ്ഡാണ് ആദ്യം നടപടി തുടങ്ങിയത്. ഹരിയാന, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും സർക്കാർ നടപടി ഇറച്ചി കച്ചവടത്തെ പ്രതികൂലമായി ബാധിച്ചു. ജയ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമായി 4000-ലധികം അനധികൃത ഇറച്ചിക്കടകളുണ്ടെന്നാണ് രാജസ്ഥാൻ സർക്കാർ പറയുന്നത്. എന്നാൽ 1000-ഓളം കടകൾക്ക് ലൈസൻസ് ഉണ്ടെന്നും മാർച്ച് 31-ന് ശേഷം ഇത് പുതുക്കി നൽകാനാകില്ലെന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുവെന്നുമാണ് വ്യാപാരികളുടെ പരാതി. റായ്പൂരിൽ 11ഉം ഹരിദ്വാറിൽ 3ഉം ഇറച്ചിക്കടകൾ പൂട്ടി. ഉത്തർപ്രദേശിലേതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിനുള്ള ആലോചനയിലാണ്. ഉത്തർപ്രദേശിലും ഹരിയാനയിലും അറവുശാലകൾ പൂട്ടിയതോടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ആട്ടിറച്ചിയുടെയും കോഴിയിറച്ചിയുടെയും വില ഉയർന്നു. പല ഹോട്ടലുകളും മാംസാഹാരം വിളമ്പുന്നത് നിർത്തിവെച്ചു. നവരാത്രി ആഘോഷങ്ങളായതിനാൽ ഉത്തരേന്ത്യയിൽ പച്ചക്കറി വിലയും കൂടിയിട്ടുണ്ട്. ജെ സതീഷ് കുമാർ, ന്യൂസ് 18 ഡൽഹി.